അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടി ടെസ്റ്റിൻ്റെ 2 യൂസസ് ആയിരുന്നു. ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യലും, 2 പോപ്പുലേഷൻ മീനുകളുടെ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് എന്ത് ചെയ്യലും ടെസ്റ്റ് ചെയ്യലും. അതായത് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീനും ഒരു ടെസ്റ്റിംഗ് ഓഫ് എ പോപ്പുലേഷൻ മീനും ആയിരുന്നു നമ്മൾ കണ്ടത്. ഇത് മൂന്നാമത്തെ യൂസാണ് ടി ടെസ്റ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്, അല്ലെങ്കിൽ പെയർഡ് ടി ടെസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന എല്ലാ പ്രോബ്ലംസിലും എന്തായിരുന്നു കണ്ടത്? നമ്മുടെ സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡൻ്റ്ലി ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് സാമ്പിൾസ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു ആ സാമ്പിൾസൊക്കെ, അല്ലേ? ഒരു പോപ്പുലേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അങ്ങനെ അല്ലാത്ത കേസുകൾ ഉണ്ടാവാം, അതായത് 2 സാമ്പിൾസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവാം. അതായത് ഇപ്പം ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്പെഷ്യൽ കോച്ചിങ്ങിന് മുൻപും ശേഷമുള്ള മാർക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു പെർട്ടിക്കുലർ കോച്ചിങ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ കോച്ചിങ്ങിന് മുൻപുള്ള അതിന് ശേഷമുള്ള അവരുടെ പെർഫോമൻസ്, അപ്പോൾ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. ഒരു ഡാറ്റയാണ്, അതിലൊരു ആ 2 ഡാറ്റയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. അതായത് അത് രണ്ടും പെയർഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും അത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മെഡിസിൻ നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ ആ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ മുൻപും ശേഷമുള്ള ചേഞ്ച് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റേനെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ടി ടെസ്റ്റിന് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ H0 നമ്മൾ സെറ്റ് ചെയ്യുന്നത് H0 സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ 0, അഥവാ മ്യൂ ഈക്വൽ ടു മ്യൂ 0 എന്ന് പറയുമ്പോൾ ഇവിടെ അധിക കേസിലും നമ്മൾ മ്യൂ ആയിട്ട് എന്ത് തന്നെയാണ് എടുക്കുക, മ്യൂ 0 ആയിട്ട് 0 ആണ് എടുക്കുക. അതായത് നമ്മുടെ ഹൈപ്പോത്തിസിസ് വരുന്നത് മ്യൂ ഇസിക്വൽ ടു 0 എന്നായിരിക്കും. മ്യൂ ഇസിക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൽ കാര്യമായ ചേഞ്ചസ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് നമ്മൾ H0 വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, നേരെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ്. സാമ്പിൾസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം അവിടെ വന്നിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, മ്യൂ ഈക്വൽ ടു 0, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ 0, അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നൊക്കെ പറയില്ലേ, അതുപോലെ മ്യൂ 0 ആയിട്ട് എന്തെടുത്താൽ മതി, 0 എടുത്താൽ മതി. അധിക കേസിലും അത് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുക വരിക. മ്യൂ 0 ഈക്വൽ ടു 0 ആയിട്ടാണ് അധിക കേസുകളും വരിക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് എന്ന് എഴുതി വെച്ചാൽ മതി. അതിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് ടി ഈസ് ഈക്വൽ ടു ഡി ബാർ ബൈ SD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് D ആണ്. ഓക്കെ, അതിൽ ഡിവൈഡ് ബൈ √n-1. n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ D ബാർ എന്ന് പറയുന്നത് മീൻ ഓഫ് ദി ഡിഫറൻസസ് ആണ്. നമ്മൾ പറഞ്ഞു പെയ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വാല്യൂ കൂടി ഉണ്ടാവും. ആ വാല്യൂസിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, D എന്ന് വിളിക്കുന്നത്. അതായത് ഫസ്റ്റ് വാല്യൂന്ന് സെക്കൻഡ് വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ D എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസുകളുടെ മീനിനെയാണ് നമ്മൾ D ബാർ, അഥവാ സമ്മേഷൻ DI/n ആണ് എന്താ D ബാർ. അപ്പോൾ ഡിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് D ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് D വാല്യൂസ് ആണ് നമ്മൾ SD എന്ന് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡികൾ കിട്ടുമല്ലോ നമുക്ക്, ആ ഡികളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. അതായത് 1/n സമ്മേഷൻ DI² മൈനസ് സമ്മേഷൻ D ബാർ ഓൾ സ്ക്വയർ എന്ത് ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും, ഡിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡിയുടെ മീനും നമ്മൾ ഈ T എന്ന് പറയുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ കാണുന്നു അറ്റ് ഗിവൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. പെർട്ടിക്കുലറായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ 5 എടുക്കും, അല്ലെങ്കിൽ പെർട്ടിക്കുലറായിട്ട് എന്തുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും. വിത്ത് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം. T വാല്യൂ ആകുമ്പോൾ അതിന് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. n-1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ വാല്യൂ കാണുന്നു. ഡിസിഷനൊക്കെ പഴയ പോലെ തന്നെയാണ്. ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ H0 അക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് H0 എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 സാമ്പിളുകളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു ടെസ്റ്റ് ദ എഫിഷ്യൻസി ഓഫ് സ്ലീപ്പിംഗ് പിൽസ്, എ ഡ്രഗ് കമ്പനി യൂസസ് എ സാമ്പിൾ ഓഫ് ഇൻസോംനിയാക്സ്
ദ ടൈം ഇൻ മിനിറ്റ്സ് അൺടിൽ ഫാളിങ് അസ്ലീപ്പ്. അതായത് സ്ലീപ്പിംഗ് പില്ലിൻ്റെ എഫക്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, സ്ലീപ്പിംഗ് പില്ല് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇൻസോംനിയാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറക്കം വരാത്ത ആളുകളാണ്, രാത്രി ഉറക്കമില്ലാത്ത ആളുകൾ, അവരുടെ സാമ്പിൾ എടുക്കുകയാണ്. അവരുടെ സാമ്പിൾ എടുത്തിട്ട് ഉറങ്ങുന്നതിന് മുന്നേ അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം മിനിറ്റിൽ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ മരുന്ന് കൊടുക്കുന്നതിന് മുന്നും കൊടുത്തതിന് ശേഷം ഉള്ള ആ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. നമ്മളോടുള്ള ചോദ്യം ഇതാണ്, ദ മെഷർ ഗിവൺ ടെസ്റ്റ് വെദർ ദ പിൽസ് ആർ എഫക്റ്റീവ്. ആ പിൽസ് എഫക്റ്റീവ് ആണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം കൊടുത്തതിന് ശേഷമുള്ള ഡാറ്റയും കൊടുത്തതിന് മുന്നുള്ള ഡാറ്റ, കൊടുക്കാത്ത ഡാറ്റയും കൊടുത്ത ഡാറ്റയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മരുന്ന് എന്തല്ല, എഫക്റ്റീവ് അല്ല. ഇനി അത് തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്ന് എന്താണ്, എഫക്റ്റീവ് ആണ് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുപോലെ നമ്മൾ H0 H1 സെറ്റ് ചെയ്യുക. H0 µ 0. അതായത് അത് തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അതായത് മരുന്ന് കൊടുത്തതിന് മുന്നും ശേഷം തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ H1 such that mu not equal to 0 അഥവാ ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അത് തമ്മിൽ മരുന്ന് കൊടുത്ത മുന്നും മരുന്ന് കൊടുത്ത ശേഷവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. കാര്യമായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, ദ മെഡിസിൻ ഈസ് എന്താണ്, എഫക്റ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ, വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂസും വൈൻ്റെ വാല്യൂസും എഴുതുന്നു, കണ്ടോ, ബിഫോർ ആഫ്റ്റർ, ഓക്കെ എഴുതുന്നു. എന്നിട്ടോ ഡി കാണുന്നു. ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസുകളാണ്. 65 - 45 20, 35 - 15 20, 80 - 61 19, അങ്ങനെ ഡിഫറൻസുകളുടെ സ്ക്വയറുകൾ. അത് കണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഡി ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ വേണ്ടിയാണ്. ഡി ബാർ ഇസിക്വൽ ടു സമ്മേഷൻ DI/N, അതായത് ഡികളെല്ലാം കൂടി ആഡ് ചെയ്താൽ 98, എത്ര 1 2 3 4 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 19.6 എന്ന് കിട്ടും. അതുപോലെ വേരിയൻസ് ഓഫ് ഡിയുടെ വേരിയൻസ്, അഥവാ വേരിയൻസ് കാണുമ്പോൾ റൂട്ട് ഉണ്ടാവില്ല, വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ റൂട്ട് ഉണ്ടാവും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സമ്മേഷൻ D² - സമ്മേഷൻ D/N ഹോൾ സ്ക്വയർ. സമ്മേഷൻ D² നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, 2142 / 5 മൈനസ് സമ്മേഷൻ D/N എന്നാണ് ഡി ബാർ അല്ലേ, അതായത് 98/5 ഹോൾ സ്ക്വയർ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 44.24 കിട്ടും. അത് വേരിയൻസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി ആണ് SD കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് ഇക്വൽ ടു 6.65 എന്ന് കിട്ടും. ഒന്നുമില്ല, നമ്മൾ ടേബിൾ വാല്യൂ നമ്മൾ ഇക്വേഷനിലേക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു. T is equal to D bar by SD/√n - 1, അതായത് 19.8/6.65/√4. ആൻസർ 5.89 കിട്ടും. കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി, എന്താണ് 5.89. ടേബിൾ വാല്യൂ കാണുന്നു, അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് N-1 അഥവാ 4 ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻസർ കിട്ടാൻ 2.775 എന്നാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ 5.89 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2.775. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് H0 എന്ന് ചെയ്യാം. റിജക്റ്റ് H0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, H1 ആക്സെപ്റ്റ് ചെയ്യാമെന്നാണ്. H1 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ there is significant difference. മരുന്ന് കൊടുക്കുന്നതിന് മുന്നും മരുന്ന് കൊടുത്തതിന് ശേഷവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ദ സ്ലീപ്പിംഗ് പിൽ ഈസ് എഫക്റ്റീവ് എന്നാണ്. ആ മരുന്ന് എഫക്റ്റീവ് ആണ് എന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ എക്സ് ആയിട്ട് എടുക്കുക, രണ്ടാമത്തെ വാല്യൂ എന്തായിട്ട് എടുക്കുക, വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഡീൻ്റെ വാല്യൂവിൽ എന്ത് വരാം, നെഗറ്റീവും വരാം പോസിറ്റീവും വരാം കേട്ടോ. ഇവിടെ എല്ലാത്തിലും എക്സിൻ്റെ വാല്യൂ വലുതും വൈൻ്റെ വാല്യൂ ചെറുതും ആയതുകൊണ്ടാണ് എല്ലാം എന്തായത് പോസിറ്റീവ് ആയത്. ചില സമയത്ത് നെഗറ്റീവ് വാല്യൂസും ഡീൻ്റെ കൂടെ ഉണ്ടാവാം, അതായത് കൂടുകയും കുറയും ചെയ്യുമല്ലോ വാല്യൂസ്, അപ്പോൾ മൈനസും പ്ലസ്സും ഉണ്ടാവാം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അത് അടുത്ത ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, എ സെർട്ടൈൻ stimulus administered to each 10 patient resulted in the following changes in BP. ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് കൊടുത്ത പേഷ്യൻസിന് BP-യിൽ ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടായി എന്നാണ് കേട്ടോ. അതായത് 5 എന്ന് പറഞ്ഞാൽ 5 കൂടി, നിലവിലുള്ളതിനെക്കാട്ടി 5 കൂടി. അതുപോലെ 2 എന്ന് പറഞ്ഞാൽ 2 കൂടി. 8 എന്ന് പറഞ്ഞാൽ 8 കൂടി. അഥവാ -1 എന്ന് പറഞ്ഞാൽ 1 കുറഞ്ഞു. അപ്പോൾ BP കൂടുകയും കുറയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വാല്യൂസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താ ആവശ്യമുള്ളൂ, ശരിക്കും നമ്മൾ ഇവിടെ നേരത്തെ വാല്യൂവിൽ എക്സും വൈയും കിട്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് ഡി അല്ലേ കണ്ടത്. ഇവിടെ ഡയറക്റ്റായിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂസാണ് നമുക്ക് തന്നത് തന്നെ. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ക്യാൻ ഇറ്റ് ബി കൺക്ലൂഡഡ് ദാറ്റ് ദ സ്റ്റിമുലസ് വിൽ ജനറൽ ബി അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ BP. എന്തായിരുന്നു, BP
ആ സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നു, BP ഇൻക്രീസ് ചെയ്യുന്നോ എന്നാണ് നമ്മോടുള്ള ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, H0 such that mu not equal to 0, H1 such that mu H0 such that mu equal to 0, H1 such that mu not equal to 0. അതായത് there is no significant difference എന്നും there is significant difference എന്നും. അതായത് ആ മെഡിസിൻ ആ സ്റ്റിമുലസ് അഡ്മിനിസ്റ്റർ ചെയ്യണതിനനുസരിച്ചല്ല നമ്മളെ BP ഉണ്ടാവുന്നത് എന്നാണ്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയോ കാര്യമായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മെഡിസിനും അല്ലെങ്കിൽ ആ സ്റ്റിമുലസും അതുപോലെ BPയും തമ്മിൽ എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് ഡയറക്റ്റ് D ആണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഡിയും D² ആവശ്യമുള്ളൂ, കാരണം നമുക്ക് D ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് DU ആണ് കാണേണ്ടത്. അപ്പോൾ ഡിയും D² നമ്മൾ കാണുന്നു. D നമുക്ക് തന്നതാണ് D², 5 × 25, 2 × 4, 8 × 64, -1 × 1 എന്ന് പറഞ്ഞിട്ട് D² കാണുന്നു. D ബാർ കാണുന്നു. D ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ DI/N ആണ്. ഡികളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് N കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഡികളെല്ലാം കൂടി ആഡ് ചെയ്താൽ 31 ആണ് കിട്ടുക. 31/10 3.1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് വേരിയൻസ് ഓഫ് D കാണുമ്പോൾ സമ്മേഷൻ D²/N മൈനസ് സമ്മേഷൻ D/N² ആണ്. അഥവാ 185/10 മൈനസ് 31/10². ആൻസർ കിട്ടുക 8.89 ആവും. അത് വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 8.89 അഥവാ 2.98 എന്ന് കിട്ടും. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിലേക്ക് കൊടുക്കുന്നു. D ബാർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് D ഡിവൈഡ് ബൈ റൂട്ട് n-1. D ബാർ 3.1 ആണ് നമ്മൾ കണ്ടുവച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.98 ആണെന്ന് കണ്ടുപിടിച്ചു. റൂട്ട് 10-1 എന്താണ്, 9 ആണെന്ന് കിട്ടി. ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3.12 എന്ന് കിട്ടും. മോഡ് T അഥവാ 3.12 കിട്ടി. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ 3.12 കിട്ടി. നമ്മൾ ടേബിൾ വാല്യൂ കാണുക. ടേബിൾ വാല്യൂ ഓഫ് T അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് n-1 അഥവാ 9 ഡിഗ്രി ഓഫ് ഫ്രീഡം. 2 tail നോട്ട് ഈക്വൽ ടു എന്നല്ല നമ്മൾ എടുക്കുന്നത്, 2 tail. ആൻസർ 2.262 ആണ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, ദെർഫോർ റിജക്റ്റ് H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, അത് കാര്യമായ വ്യത്യാസം വരുത്തുന്നുണ്ട്. ആ പെർട്ടിക്കുലർ സ്റ്റിമുലസും ബ്ലഡ് പ്രഷറും തമ്മിൽ കാര്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പെയർഡ് ഒബ്സർവേഷനിലെ T ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ഒബ്സർവേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ കോച്ചിങ്ങിന് ശേഷമുള്ള മാർക്ക്, മുന്നുള്ള മാർക്ക്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ട്രെയിനിങ്ങിന് മുന്നുള്ളത് ശേഷമുള്ളത് എന്ന് പറഞ്ഞിട്ട് അത് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് T ടെസ്റ്റിൻ്റെ 4ാമത്തെ യൂസേജ് ആണ് ടെസ്റ്റിംഗ് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. അതായത് ഒരു കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യുക. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു വേരിയബിളിന് അനുസരിച്ച് മറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് വിളിക്കുക. കോറിലേഷൻ എന്ന് വിളിക്കുക. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടാവാം, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ടാവും, സീറോ കോറിലേഷൻ ഉണ്ടാവും. ഒരു വേരിയബിളിനനുസരിച്ച് മറ്റ് വേരിയബിളിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റണത്, പറയാൻ പറ്റണത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്നാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യണത്, ടെസ്റ്റ് ചെയ്യണത്. ആ പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നമ്മൾ സാമ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യും. സാമ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നമ്മൾ R എന്നും പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നമ്മൾ ഡെൽറ്റ എന്നും ആണ് എന്ത് ചെയ്യണത്, റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പം നമ്മൾ നോക്കുന്നു എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് വെച്ചാൽ പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ക്ലോസ് ടു 0 ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു. H0 സച്ച് ദാറ്റ് പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഈക്വൽ ടു 0. അപ്പോൾ H1 എന്തായിരിക്കും, ഒന്നുകിൽ ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T ഈസ് ഈക്വൽ ടു R ഇൻറ്റു റൂട്ട് n-2 ഡിവൈഡ് ബൈ 1 - R² ആണ്. R എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്, N എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഓഫ് സാമ്പിൾ ആണ്, N എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്.
ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യുന്നു, ടേബിൾ വാല്യൂ കാണുന്നു, table value of t at a given level of significance with n-2 degree of freedom. Degree of freedom ഇവിടെ n-2 ആണ് വരിക. Calculated value less than table value ആണെങ്കിൽ നമ്മൾ accept h0 ചെയ്യും, otherwise reject h0 ചെയ്യും. ഇതിൽ ഒരു വേറെ കാര്യമുണ്ട്, ഇതേ സാധനം തന്നെ നമ്മൾ z ടെസ്റ്റിലും യൂസ് ചെയ്യാറുണ്ട്. z ടെസ്റ്റിലും ടെസ്റ്റിംഗ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഉണ്ട്, അതായത് ഇതേ ഇക്വേഷൻ തന്നെയാണ് വരിക, പക്ഷേ സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോൾ നമ്മൾ ടിക്ക് പകരം z ആണ് കാണുക. അപ്പോൾ ടേബിൾ വാല്യൂ കാണുമ്പോൾ നമ്മൾ ടിക്ക് പകരം z ആണ് കാണുക. എപ്പം സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ, അതായത് വെൻ സാമ്പിൾ സൈസ് ഈസ് ലാർജ് വി യൂസ് z ടെസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടി. ടിക്ക് പകരം നമ്മൾ ആരെ യൂസ് ചെയ്യും? z യൂസ് ചെയ്യും. ചെയ്യുന്ന രീതിയിലും മെത്തേഡിലും ഒന്നും വ്യത്യാസമില്ല. ഇവിടെ ടി എന്നുള്ളത് എന്തായിട്ട് മാറും? z ആയിട്ട് മാറും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സയൻറ്റിസ്റ്റ് സസ്പെക്ട് ദാറ്റ് എ പേഴ്സൺ സ്ട്രെസ് ലെവൽ ചേഞ്ചസ്, സോ ഡസ് ദ എമൗണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ ഇമ്പൾസീവ് ബൈ. അതായത് ഒരു സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു? സസ്പെക്റ്റ് ചെയ്യുന്നു ഒരു പേഴ്സൻ്റെ സ്ട്രെസ് ലെവൽ എന്ത് ചെയ്യുന്നു? ഇമ്പൾസീവ് ബൈയിങ്ങിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു? സസ്പെക്റ്റ് ചെയ്യുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു? എ സാമ്പിൾ ഓഫ് സൈസ് 72 ആൻഡ് ഫൗണ്ട് ദാറ്റ് r is equal to 0.38. അതായത് സ്ട്രെസ് ലെവലും ഇമ്പൾസീവ് ബൈയിങ് തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യൻ്റ് അയാൾ കണ്ടു 72 സാമ്പിൾസ് എടുത്തിട്ടോ, അത് 0.38 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദിസ് സജസ്റ്റീവ് ഓഫ് ദ സ്റ്റുഡൻസ് സസ്പിഷൻ, അതായത് സ്റ്റുഡൻസ് അല്ല സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ, സയൻറ്റിസ്റ്റിൻ്റെ സസ്പിഷൻ ശരിയാണോ അല്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ h0 നമ്മൾ എഴുതുന്നു, റോ equal to 0, h1 റോ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, n 72, r is equal to 0.38. ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. ഇവിടെ സാമ്പിൾ സൈസ് ലാർജ് ആണ് അല്ലേ, n 72 ആണ്, സാമ്പിൾ സൈസ് ലാർജ് ആണ്. അപ്പോൾ ശരിക്കും സാധാരണ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? z എന്ന് എഴുതി വെച്ചാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇക്വേഷനൊക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. r × √n-2 ഡിവൈഡ് ബൈ 1 - r² എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ 0.38, n-2 പറയുമ്പോൾ 72 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 70 ആണ് കിട്ടുക. √70 1 - 0.38² ചെയ്യുമ്പം ആൻസർ കിട്ടുക 3.436 എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ടേബിൾ വാല്യൂ കാണണ്ടേ? ടേബിൾ വാല്യൂ ഓഫ് z ആണ് കാണേണ്ടത്, ടി അല്ല കാണേണ്ടത്. കാരണം സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് മാത്രമാണ്. ടേബിൾ വാല്യൂ ഓഫ് z അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1.96 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, ദെർഫോർ റിജക്റ്റ് h0 നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. അതായത് പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് 0 ആണ് എന്ന് പറയുന്നത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അതായത് പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നോൺ സീറോ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അതായത് ആ പോപ്പുലേഷനിൽ ഈ പറഞ്ഞ രണ്ട് വേരിയബിൾ തമ്മിൽ എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്ട്രെസ് ലെവൽ എന്ത് ചെയ്യുന്നു? ചേഞ്ചസ് ദ ഇമ്പൾസീവ് ബൈയിങ്. സ്ട്രെസ് ലെവലും ഇമ്പൾസീവ് ബൈയിങ് തമ്മിൽ എന്തുണ്ട്? എന്തോ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അതായത് അയാളുടെ സസ്പിഷൻ ശരിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലാക്കാൻ പറ്റി. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റാണ് ചെയ്തത് കേട്ടോ. ശരിക്കും ആക്ച്വലി സെറ്റ് ടെസ്റ്റാണ് ചെയ്തത്. നമ്മൾ ടി ടെസ്റ്റിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ സെറ്റ് ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്തത്. ഇനി എന്ത് ചെയ്യുന്നു? ഇതിൽ സാമ്പിൾ സൈസ് 30 ലെസ് ആണെങ്കിൽ നമ്മൾ ഇതേ സാധനം തന്നെ ടി ടെസ്റ്റ് ആണ് എന്ത് ചെയ്യുക? ആ ടേബിൾ വാല്യൂ കാണുമ്പോഴുള്ള ഡിഫറൻസേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയ ടെസ്റ്റ് ഫോർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോയിഫിഷ്യൻ അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇഫ് ദ സാമ്പിൾ സൈസ് ഈസ് 27. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്, പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ സാമ്പിൾ സൈസ് 27 ആണ്, n ചെറുതാണ്. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഓഫ് സാമ്പിൾ 0.6 ആണ്. അതായത് n 27, r 0.6, h0 സച്ച് ദാൻ റോ ഈക്വൽ ടു 0, h1 സച്ച് ദാറ്റ് റോ നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? ടി എടുക്കാൻ കാരണം സാമ്പിൾ സൈസ് സ്മോൾ ആയതുകൊണ്ടാണ്. r × √n-2 1 - r², 0.6 √25 ഡിവൈഡ് ബൈ √1 - 0.6². ആൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ 3/0.8 അഥവാ 3.75 എന്നാണ് കിട്ടുക. അപ്പോൾ മോഡ് ടി 3.75 കിട്ടി. ടേബിൾ വാല്യൂ ഓഫ് ടി അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും, കാരണം ഇത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം വരും. n-2 അഥവാ 25 ഡിഗ്രി ഓഫ് ഫ്രീഡം. 25 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ടേബിൾ വാല്യൂ കണ്ട 2.060 എന്ന് കിട്ടുക. അതായത്
കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3.75 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2.060 അഥവാ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു H0 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. പോപ്പുലേഷൻ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്തല്ല 0 അല്ല എന്ന് നമുക്ക് കിട്ടി. ഇതിൽ പിന്നെ വേറെ രീതിയിൽ വരാനുള്ളൊരു ചാൻസ് ഉള്ളത്, ഇപ്പോൾ നമ്മളിതിൽ 6 നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് തന്നതാണ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ്, സാമ്പിൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതല്ല, നമുക്ക് തന്നതാണ്. ചില സമയത്ത് നമുക്ക് 2 സാമ്പിളുകൾ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 6 അഥവാ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആ സാമ്പിളിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കാണാനൊക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വിശദമായിട്ട് പോകണില്ല. അപ്പോൾ അങ്ങനെയും എന്ത് വരാം, ക്വസ്റ്റ്യന് വരാം. അപ്പോൾ നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിച്ചിട്ട് അത് വേണ്ടി വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ.